നമസ്കാരം. KFCയുടെ 45-ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം ഈ ക്ലാസ്സിൽ. ചോദ്യത്തിലേക്ക് കടക്കാണ് നേരിട്ട്. ദ കൺട്രോൾ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഈസ് എക്സിക്യൂട്ടഡ് ബൈ, അതായത് പൊതു ചെലവുകളുടെ നിയന്ത്രണം നിർവഹിക്കുന്നത് ആരാണ്? അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. പൊതു ചെലവുകളുടെ നിയന്ത്രണം വഹിക്കുന്നത് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ഓഡിറ്റ് ഉണ്ട്. ഇത് മൂന്ന് പേരും കൂടിയാണ് ഇതിന്റെ പൊതു ചെലവുകളുടെ നിയന്ത്രണം വഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: അപ്രോപ്രിയേഷന്റെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫണ്ട് മാറ്റുന്നതിന് വിളിക്കുന്നത് എന്താണ്? ഒരു അപ്രോപ്രിയേഷന്റെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫണ്ട് മാറ്റുന്നതിനെ എന്താ വിളിക്കുന്നത്? അതിനാണ് നമ്മൾ ആൻസർ റീ അപ്രോപ്രിയേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിവിധ ഇനങ്ങളുടെ കുടിശ്ശികകളുടെ പ്രത്യേക വീണ്ടെടുക്കൽക്കായുള്ള രജിസ്റ്റർ അത് പരിപാലിക്കുന്നത് ആരാണ്? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ്. ദ രജിസ്റ്റർ ഓഫ് സ്പെഷ്യൽ റിക്കവറീസ് ഓൺ മിസലേനിയസ് ഡ്യൂസ് ആർ മെയിൻറ്റെയിൻഡ് ബൈ, അതായത് വിവിധ ഇനങ്ങളിലുള്ള കുടിശ്ശികകളുടെ പ്രത്യേക വീണ്ടെടുക്കൽ, റിക്കവറി റിക്കവറിക്കുള്ള രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അത് അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം വീണ്ടും അതേ റീ അപ്രോപ്രിയേഷന്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്ന് ക്വസ്റ്റ്യനും അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാന്ന് വെച്ചാൽ, റീ അപ്രോപ്രിയേഷൻ ഈസ് പെർമിസിബിൾ ബിറ്റ്വീൻ, അതായത് റീ അപ്രോപ്രിയേഷൻ അനുവദനീയമായത് ഏതിനങ്ങൾക്കിടയിലാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഹെഡ്സുകൾക്കിടയിലാണ്. ഡീറ്റെയിൽഡ് ഹെഡ്സുകൾക്കിടയിലാണ് ഈ റീ അപ്രോപ്രിയേഷൻ അനുവദിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം: അപ്രോപ്രിയേഷന്റെ യൂണിറ്റ് ഏതാണ്? അത് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ഹെഡ് ആണ് അപ്രോപ്രിയേഷന്റെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു ഗ്രാന്റിന് ദ പവർ ഓഫ് റീ അപ്രോപ്രിയേറ്റ് ബിറ്റ്വീൻ മൈനർ ഹെഡ്സ് വിത്തിൻ എ ഗ്രാന്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ദാറ്റ് ഓഫ്, അതായത് ഒരു ഗ്രാന്റിനുള്ളിലെ മൈനർ ഹെഡുകൾക്കിടയിൽ റീ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായിട്ടും ആരുടേതാണ്? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം. ഒരു ഗ്രാന്റിനുള്ളിലാണല്ലോ റീ അപ്രോപ്രിയേഷൻ നടക്കുള്ളൂ. ആ ഗ്രാന്റിനുള്ളിലെ മൈനർ ഹെഡുകൾക്കിടയിൽ റീ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായും ആരുടേതാണ് എന്നാണ് ചോദ്യം. അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്, ധനകാര്യ വകുപ്പിനാണ് അതിന്റെ അധികാരം. അടുത്ത ക്വസ്റ്റ്യൻ: KBMലെ കേരള ബഡ്ജറ്റ് മാനുവലിലെ ഏത് ഖണ്ഡികയിലാണ് ഫണ്ടുകളുടെ പുനർവിനിയോഗത്തിനായുള്ള പൊതുവായ നിയന്ത്രണങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്? അതായത് ഇൻ വിച്ച് പാര ഓഫ് KBM ദ ജനറൽ റെസ്ട്രിക്ഷൻസ് ഫോർ റീ അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്സ് മെൻഷൻഡ്? അത് പാര 84 KBM ആണ്. KBMലെ കേരള ബഡ്ജറ്റ് മാനുവലിലെ പാര 84. അടുത്ത ക്വസ്റ്റ്യൻ: റീ അപ്രോപ്രിയേഷൻ ഈസ് ആകുമെന്ന ചോദ്യം. ഈസ് റീ അപ്രോപ്രിയേഷൻ പെർമിസിബിൾ ബിറ്റ്വീൻ ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻറ്റുകൾക്കിടയിൽ പുനർവിനിയോഗം അനുവദനീയമാണോ? അല്ല, ഗ്രാൻറ്റുകൾക്കുള്ളിലേ പറ്റുള്ളൂ. ഗ്രാൻറ്റുകൾ തമ്മിൽ തമ്മിൽ റീ അപ്രോപ്രിയേഷൻ പറ്റില്ല. അപ്പോൾ അതിന്റെ ഉത്തരം നോ എന്നാണ്. അടുത്ത ചോദ്യം: ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും പുതിയ സേവനത്തിനുള്ള ചെലവുകൾ നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള ആ ഫണ്ടിനെ, ആ ഗ്രാന്റിന് പറയുന്ന പേരെന്താണ്? അതായത് വാർഷിക ധനകാര്യ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും പുതിയ സേവനത്തിനുള്ള ചെലവുകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റ് ഏതാണ്? അതിനാണ് നമ്മൾ സപ്ലിമെന്ററി ഗ്രാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്ലിമെന്ററി ഗ്രാന്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് പിന്നെ ബജറ്റിൽ
വകയിരുത്തിയ തുക അപര്യാപ്തമാകുന്ന സന്ദർഭത്തിൽ, ഷോർട്ടേജ് വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ പുതിയ ഒരു സർവീസിന് വേണ്ടിയിട്ടൊക്കെ ആ പണം ആവശ്യമായി വരുമ്പോഴാണ് ഈ സപ്ലിമെൻ്ററി ഗ്രാൻറ്റുകൾ കൊടുക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സപ്ലിമെൻ്ററി അപ്രോപ്രിയേഷൻ നിർദ്ദേശം സമർപ്പിക്കുന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം ആർക്കാണ്? അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ്. ഈ സപ്ലിമെൻ്ററി അപ്രോപ്രിയേഷൻ വേണമെങ്കിൽ അതിൻ്റെ നിർദ്ദേശം സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം ശരിക്കും ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റീ അപ്രോപ്രിയേഷനും സറണ്ടറിനുമുള്ള നിർദ്ദേശങ്ങൾ ഫിനാൻസ് വകുപ്പിലേക്ക് സമർപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതി ഏതാണ്? ഇപ്പോൾ റീ അപ്രോപ്രിയേഷൻ ഒരു എല്ലാം ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് റീ അപ്രോപ്രിയേഷൻ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഫിനാൻഷ്യൽ തീരുന്നതിന് മുമ്പ് തന്നെ ഈ റീ അപ്രോപ്രിയേഷനും സറണ്ടറും ഒക്കെ നടത്തണം. അപ്പോൾ അത് പിന്നെ റീ അപ്രോപ്രിയേഷനും സറണ്ടറിനുള്ള നിർദ്ദേശങ്ങളും ഫിനാൻസ് വകുപ്പിലേക്ക് സമർപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏതാണെന്ന ചോദ്യം. അത് ഫെബ്രുവരി 25. ഫെബ്രുവരി 25 തീയതിക്കുള്ളിലാണ് ഇത് റീ അപ്രോപ്രിയേഷനും സറണ്ടറിനുമുള്ള നിർദ്ദേശങ്ങൾ ഫിനാൻസ് വകുപ്പിൽ കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ആവശ്യം, ഇത് പർപ്പസ് അടിയന്തര ആവശ്യമാണെങ്കിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സപ്ലിമെൻ്ററി ഗ്രാൻറ്റ് മേടിക്കുന്നത്. ഒരു പിന്നെ ഒരു സപ്ലിമെൻ്ററി ഗ്രാൻറ്റ് അതിന് വേണ്ടിയിട്ടല്ല. ആ ഒരു ആവശ്യം അടിയന്തരമാണെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററി ഗ്രാൻറ്റ് കിട്ടും. അത് നിയമസഭ പാസ്സാക്കിയതിന് ശേഷം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുക. പക്ഷെ അതിനുള്ള സമയമില്ലെങ്കിൽ, അത് ഒരു അത്യാവശ്യം അടിയന്തരമാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ഒരു ന്യൂ സർവീസ് ചെലവ് മാറ്റിവെക്കാൻ കഴിയില്ലെങ്കിൽ ഇതിനായുള്ള തുക ഏത് ഫണ്ടിൽ നിന്നും മുൻകൂറായിട്ട് എടുക്കാം? അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അത് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നാണ്. കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ഒരു പിന്നെ ഫണ്ട്, ഈ അത്യാവശ്യ പണം ഇത്തരം ആവശ്യങ്ങൾക്ക് എടുത്തതിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഗ്രാൻഡായിട്ട് നിയമസഭയിൽ സമർപ്പിച്ച് അത് പാസ്സാക്കി ആ ഫണ്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുക്കുന്ന അഡ്വാൻസ് അത് അങ്ങോട്ട് തന്നെ തിരിച്ചടയ്ക്കേണ്ടതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി കണ്ടിൻജൻസി ഫണ്ട് ന്യൂ സർവീസ് എന്ന പദം എവിടെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ചോദ്യമാണ്. അടുത്ത ചോദ്യം, കേരള ബഡ്ജറ്റ് മാനുവലിൽ ന്യൂ സർവീസ് എന്ന പദം എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതെന്നാണ്. അത് പാര 94 കേരള ബഡ്ജറ്റ് മാനുവലിലെ KBM പാര 94 ഓഫ് KBM. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സപ്ലിമെൻ്ററി ഗ്രാൻറ്റ് ലഭിക്കുന്നത് വരെ ഒരു പുതിയ സേവനത്തിനുള്ള ചെലവ് ഏത് ഫണ്ടിൽ നിന്നുള്ള മുൻകൂർ തുക ഉപയോഗിച്ച് നിറവേറ്റണം? ഇപ്പം നമ്മൾ പറഞ്ഞ ചോദ്യം വേറൊരു രൂപത്തിൽ ചോദിച്ചിരിക്കുന്നു. സപ്ലിമെൻ്ററി ഗ്രാൻറ്റ് ലഭിക്കുന്നത് വരെ നമ്മൾ ഒരു മുൻകൂറായിട്ട് തുക എടുക്കാം. ഏത് ഫണ്ടിൽ നിന്ന്? കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുക്കാം എന്നാണ് ഉത്തരം. ചോദ്യം, ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു പുതിയ സേവനത്തിനായിട്ട് ചെലവ് വഹിക്കേണ്ടി വന്നാൽ എന്തു നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അത്യാവശ്യ ചെലവ് വഹിക്കേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് നിയമസഭയിൽ സമർപ്പിക്കാം. സപ്ലിമെൻ്ററി ഡിമാൻഡ് ഫോർ ഗ്രാൻറ്റ് നിയമസഭയിൽ സമർപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കണ്ടിൻജൻസി ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? കേരള കണ്ടിൻജൻസി ആക്ട് പാസാക്കിയ വർഷം എന്ന് പറയുന്നത് 1957. അടുത്ത ചോദ്യം, കണ്ടിൻജൻസി ഫണ്ട് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അത് കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ ആരുടെ നിയന്ത്രണത്തിലാണ്? ഗവർണറുടെ നിയന്ത്രണത്തിലാണ് ശരിക്കും ഉള്ളത്. അത് ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ച് ഉത്തരം എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിൻ്റെ കണ്ടിൻജൻസി ഫണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. സ്റ്റേറ്റിൻ്റെ കണ്ടിൻജൻസി ഫണ്ട്
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 267. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ആരുടെ വിനിയോഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ആരാണ് അത് വിനിയോഗിക്കാൻ ഉത്തരവാദി? അപ്പോൾ അത് ഗവർണറാണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ഗവർണർക്ക് എന്ത് സൗകര്യം നൽകാനാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഇപ്പൊ ഗവർണറാണ് ഏത് ഒരു കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ അനുമതി നൽകേണ്ട ആള് ഗവർണറാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗവർണർക്ക് ഏത് സൗകര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ ഇത് രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അത് ഒരു വർഷത്തിനിടയിലെ അപ്രതീക്ഷിതവും ഒഴിവാക്കാനാവാത്തതുമായ ചെലവുകൾ നിറവേറ്റുന്നതിനായി മുൻകൂർ തുക നൽകാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടിൻജൻസി ഫണ്ട് ഉള്ളത്. ഇപ്പൊ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ഏത് തുക നമ്മൾ ഏതാവശ്യത്തിന് അടിയന്തര ആവശ്യങ്ങൾക്ക് പിൻവലിച്ചാലും അത് അങ്ങോട്ട് തന്നെ തിരിച്ചടയ്ക്കണം, നിയമസഭയിൽ അത് പാസാക്കിയതിന് ശേഷം. അടുത്ത ചോദ്യം, കണ്ടിൻജൻസി ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് ആരുടെ ഡിസ്പോസലിൽ സൂക്ഷിക്കുന്ന ഒരു ഇംപ്രസ്റ്റ് എന്ന നിലയിലാണ്? ആരുടെ വിനിയോഗത്തിലാണ് സൂക്ഷിക്കുന്നത്? ഇംപ്രസ്റ്റ് എന്ന രൂപത്തിൽ ഗവർണറുടെ വിനിയോഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം, കണ്ടിൻജൻസി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നതിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. പക്ഷേ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ ഗവർണറുടെ നിയന്ത്രണത്തിലാണ്. അടുത്ത ചോദ്യം, നിയമസഭയുടെ അംഗീകാരം ലഭിക്കുന്നത് വരെ അടിയന്തരവും അപ്രതീക്ഷിതവുമായ ചെലവുകൾ നിറവേറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇംപ്രസ്റ്റ് സ്വഭാവമുള്ള ഫണ്ട് ഏതാണ്? ഇത് തിരിച്ചു ചോദിച്ചാൽ ഇപ്പം. അപ്പോൾ അതേത് ഫണ്ടാണ്? കണ്ടിൻജൻസി ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ വേറൊരു ചോദ്യമാണ്. ഇതേ തന്നെ ലേശം ഡീവിയേറ്റ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ഗവർണർക്ക് വേണ്ടിയിട്ട് കൈവശം വെക്കുന്നത് ആരാണ്? അത് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് ഗവർണർക്ക് വേണ്ടിയിട്ട് കൈവശം വെക്കുന്നത്. ഇനി കേരള സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിന്റെ കോർപ്പസ് എന്ന് പറഞ്ഞാൽ ആകെ തുക എത്രയാണ്? അത് 100 കോടിയാണ്. കേരള സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിന്റെ ആകെ തുക, അതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക 100 കോടിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കണ്ടിൻജൻസി ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത്? അത് ആർട്ടിക്കിള് 267(2). അപ്പം നമുക്ക് ഈ ടെസ്റ്റ് വെച്ച് ഇവിടെ ഒരു സന്ദർഭവശാലൊന്ന് പറയട്ടെ, ഈ ടെസ്റ്റ് വെച്ച് എഴുതുന്ന പേപ്പറുകളിൽ നമുക്ക് ഇത്തരത്തിൽ ആർട്ടിക്കിളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഉത്തരത്തിൽ നിന്ന് വേണം ഈ ആർട്ടിക്കിളിന്റെ നമ്പറിലേക്ക് പോകാൻ. ഇപ്പം 4 ഉത്തരമല്ലേ തന്നിട്ടുണ്ടാവുള്ളൂ. ആ 4 ഉത്തരങ്ങളും നമ്പർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏതാണ് ഉത്തരമെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 4 ഉത്തരങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോയാൽ മതി. അതേസമയത്ത് നമ്മൾ ഈ ആർട്ടിക്കിൾ മുഴുവൻ തപ്പിയാൽ അത് പെട്ടെന്ന് കിട്ടില്ല, തിരിച്ചു പോകണം അങ്ങോട്ട്. ഉത്തരത്തിൽ നിന്ന്, അതായത് തന്നിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് 4 എണ്ണം അല്ലേ നോക്കണ്ടു, ആ 4 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ഉത്തരമെന്ന് കിട്ടും. അങ്ങനെ വേണം അത് ചെയ്യാൻ, അത് ഓർമ്മിക്കാൻ. കണ്ടിൻജൻസി ഫണ്ട് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? കൈകാര്യം ചെയ്യുന്നത് ആരാ? ധനകാര്യ വകുപ്പാ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ്. അടുത്ത ചോദ്യം, വീണ്ടും അതേ ചോദ്യം വന്നിരിക്കുന്നു. ഗവർണർക്ക് വേണ്ടി കണ്ടിൻജൻസി ഫണ്ട് കൈവശം വെക്കുന്നത് ആരാണ്? കൈവശം വെക്കുന്നത് ആരാ? പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഫിനാൻസ് സെക്രട്ടറി എന്നൊക്കെ പറയാം. ഫിനാൻസ് സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയും. കണ്ടിൻജൻസി ഫണ്ട് ആരുടെ വിനിയോഗത്തിലാണ് ഇംപ്രസ്റ്റ് എന്ന നിലയിലുള്ളത്? ഗവർണറുടെ നിയന്ത്രണത്തിലാണ്, വിനിയോഗത്തിലാണ്.
തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നൊക്കെ ആരാന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, ധനകാര്യ മന്ത്രിയാണ്. അടുത്ത ചോദ്യം, ഗ്രാന്റുകളും അപ്രോപ്രിയേഷനുകളും എന്നിവയ്ക്ക് മുകളിലുള്ള അധിക ചെലവ് സംസ്ഥാന നിയമസഭ വഴി ക്രമപ്പെടുത്തേണ്ടത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒറ്റവാക്ക് എന്താ? എക്സസ് ഗ്രാന്റ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? അത് ആർട്ടിക്കിൾ 205 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, KBMലെ 97-ാം ഖണ്ഡിക, അതായത് പാര 97, KBM കേരള ബഡ്ജറ്റ് മാനുവലിലെ പാര 97 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് ഉത്തരം എക്സസ് ഗ്രാന്റിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദ്യപേപ്പറിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പാര 97 എടുത്തിട്ട് നോക്കിയാൽ മതി. അത് എക്സസ് ഗ്രാന്റിനെ കുറിച്ചാണ് പാര 97 പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. പൊതുവെ സിമ്പിളാണ്, വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളതൊന്നും ഇല്ല. ഒന്ന് കേട്ട് 2 തവണ കേട്ടാൽ മതി. സംഭവം നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ കാണാം.